താരസംഘടനയായ അമ്മയിൽ നടൻ ടിനി ടോമിനെതിരെ അൻസിബ ഹസൻ നൽകിയ പരാതി അന്വേഷിക്കാൻ രൂപീകരിച്ച അഞ്ചംഗ സമിതിയിൽ രമേശ് പിഷാരടിയും പൊന്നമ്മ ബാബുവും മുത്തുമണിയും പ്രസിഡന്റിനും സെക്രട്ടറിക്കും പുറമെയാണ് 3 പേരെ നിയോഗിച്ചിരിക്കുന്നത്. തർക്കപരിഹാര കമ്മിറ്റിയിൽ രമേശ് പിഷാരടി വേണമെന്ന അൻസിബയുടെ ആവശ്യം സംഘടന നേരത്തെ തള്ളിയിരുന്നു. ഇപ്പോൾ പിഷാരടി അഞ്ചംഗ സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അൻസിബ സമിതിക്ക് മുന്നിലെത്തുമോ എന്ന കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ടിനി ടോമിനെതിരെ അന്വേഷണം നടത്താൻ സ്വതന്ത്ര സമിതി വേണമെന്നായിരുന്നു അൻസിബയുടെ ആവശ്യം. പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും മാറ്റി നിർത്തി പാനൽ രൂപീകരിക്കാൻ സാധിക്കില്ലെന്നാണ് സംഘടനാ പ്രസിഡന്റ് ശ്വേത മേനോൻ പറഞ്ഞത്. ടിനി ടോമിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അൻസിബ ഹസൻ ഉന്നയിച്ചത്. താൻ ആരോട് സംസാരിച്ചാലും അവരെ ചേർത്ത് ടിനി ടോം അവിഹിത കഥകൾ സൃഷ്ടിക്കുമെന്ന് അൻസിബയുടെ ആരോപണം. മതതീവ്രവാദിയാക്കാൻ ശ്രമം നടത്തിയെന്നും ആളുകളെ മതം മാറ്റാൻ ശ്രമിക്കുന്നതായി പറഞ്ഞു പരത്തിയെന്നും അൻസിബ ആരോപിച്ചിരുന്നു. മാനസികമായി ആകെ തകർന്നു. ഇത്രയും കാലം ഒന്നും പറയാതിരുന്നത് സിനിമയിൽ നിന്ന് പുറത്താകുമെന്ന് ഭയന്നാണെന്നും അൻസിബ പറഞ്ഞിരുന്നു. എന്നാൽ ടിനി ടോം ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയായിരുന്നു. അമ്മയിൽ സജീവമായി പ്രവർത്തിക്കുന്ന തന്റെ വളർച്ചയെ ഭയന്ന് ഗൂഢാലോചന നടക്കുന്നുവെന്നായിരുന്നു ഈ വിഷയത്തിൽ നടന്റെ വിശദീകരണം. നടനെതിരെ അൻസിബ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. നടിയുടെ പരാതിയിൽ കൊച്ചി കടവന്ത്ര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം തിങ്കളാഴ്ച അൻസിബയുടെ മൊഴിയെടുക്കും. ഈ മൊഴി വിശദമായി പരിശോധിച്ച ശേഷമാകും ടിനിയെ വിളിപ്പിക്കുക.